ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഡെസിബൽ. അപ്പൊ ശബ്ദം അളക്കാനല്ലേ? ശബ്ദം അളക്കാനാണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുക? ബെല്ല് അടിച്ചു നോക്കിയാൽ മതി. ബെല്ല് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. എങ്ങനെ കണക്ട് ചെയ്യുക? ബെല്ല് മണി എന്നൊക്കെ കണക്ട് ചെയ്താൽ മതി. അപ്പൊ ബെല്ല് അടിച്ചു നോക്കിയാൽ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ആ ബെല്ല് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ശബ്ദത്തിനാണെന്ന് കിട്ടും. അപ്പൊ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? പെരിയാർ കടുവാ സങ്കേതം ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്നത്. ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണം. അപ്പൊ ത്വരണം എന്തളവാണ്? സദിശ അളവാണ്. ത്വരണം ഒരു സദിശ അളവാണ്. എന്താണ്? സദിശ അളവാണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? എത്രണ്ണാണ്? 6 എണ്ണം ഉണ്ട്. എത്രണ്ണാണ്? 6 എണ്ണം. അപ്പൊ കോർ 6 അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ കോർപ്പറേഷനിൽ തന്നെ ആ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത് എത്ര എണ്ണം കിട്ടും? 6 എണ്ണാണ്. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ കോർ 6 അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? കോർപ്പറേഷനുകൾ. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്രണ്ണാണ്? 6 എണ്ണമാണ്. 6 എണ്ണം. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ടയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളത്താണ്. എവിടെയാണ്? എറണാകുളത്ത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. എവിടെയാണ്? എറണാകുളം. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1853 എപ്പോഴാണ്? 1853. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1853. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി മെട്രോ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? എപ്പോഴാണ്? 2017. നരേന്ദ്രമോദി 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. ഏതാണ്? സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സൂര്യൻ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ APJ അബ്ദുൽ കലാം ആണ്. ആരാണ്? APJ അബ്ദുൽ കലാം. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നുമാണ് എന്ത് ലഭിക്കുന്നത്? ദേശീയ വരുമാനം ലഭിക്കുന്നത്. അപ്പൊ കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്ന് എന്ത് ലഭിക്കുന്നു? ദേശീയ വരുമാനം ലഭിക്കുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ദേശീയ ഗീതവും വന്നതെന്നാണ്. ഏതാണ് ദേശീയ ഗീതം? വന്ദേ മാതരം. ദേശീയ ഗാനം രചിച്ചതാരാ? രവീന്ദ്രനാഥ് ടാഗോറാണ്. ദേശീയ ഗീതം രചിച്ചതോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പൊ രണ്ടും നിലവിൽ വന്നത് ഒരു ദിവസമാണ്, 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809 കുണ്ടറ വിളംബരം നടന്നത്. എപ്പോഴാണ്? 1809 കുണ്ടറ വിളംബരം നടന്നത്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ് ആണ്. ഏതാണ്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. മയ്യഴി ഗാന്ധി ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കേരള ഗാന്ധി കെ കേളപ്പൻ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, പിന്നെ ഏതാണ്? അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഏതാണ്? വൈറസ് ആണ്. കോവിഡ് വൈറസ്. അത്ര ഓർത്ത് വെച്ചാൽ പോരെ? കോവിഡ് വൈറസ്. ഓക്കെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. 1857 വിപ്ലവത്തിൽ നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം എവിടെയാണ്?
1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം എവിടെയാണ്? കാൺപൂരിലാണ് നാനാ സാഹിബ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. ഡൽഹി ആരാണ്? ഡൽഹിയിൽ 1857 വിപ്ലവത്തിൽ ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരാ? ബക്ത് ഖാൻ ആണ്. ആരാണ്? ബക്ത് ഖാൻ. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഝാൻസിയിൽ ആരാണ്? റാണി. ഝാൻസി റാണി. അപ്പൊ റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ വിപ്ലവം നയിച്ചത്. ഫൈസാബാദിൽ ആരാ? ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. ആരാണ്? മൗലവി അഹമ്മദുള്ള. മീററ്റിൽ ആരാണ്? മീററ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ്. ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. അപ്പൊ മീററ്റിൽ വിപ്ലവം നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കദം സിംഗ് ആണ്. ആരാണ്? കദം സിംഗ്. ഡൽഹിയിൽ ആരാന്ന് പഠിച്ചു? ബക്ത് ഖാൻ ആണ്. കാൺപൂർ നാനാ സാഹിബ് പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, വേട്ടക്കാരൻ നക്ഷത്ര ഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. ഏതാണ്? തിരുവാതിര. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. ഏതിന്റെയാണ്? സിങ്കിന്റെ അയിര്. അപ്പൊ സിങ്കിന്റെ അയിര് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കലാമിൻ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയം ബോക്സൈറ്റ് ആണ്. അയണിന്റെ ഏതാണ്? ഹേമറ്റൈറ്റ്. അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്. സിങ്ക്, കലാമിൻ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് ആരാ? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? കോൺക്രീറ്റ് അണക്കെട്ട് ഏതാന്ന് ചോദിച്ചാൽ മാട്ടുപ്പെട്ടിയാണ്. ഏതാണ്? മാട്ടുപ്പെട്ടി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. ആരാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ആരാണ്? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ്. ഓപ്ഷനിൽ ആരുണ്ടാവും? ഗാന്ധിജി ഉണ്ടാവും. ഗാന്ധിജിനെ കറുപ്പിക്കരുത്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. ആരാണ്? ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം എവിടെയാണ്? കുമരകം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ കുമരകം പക്ഷി സങ്കേതം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? തെന്മല. എവിടെയാണ്? തെന്മല. അപ്പൊ ഏഷ്യയിലേന്ന് ചോദിച്ചാലും ഇന്ത്യയിലേന്ന് ചോദിച്ചാലും ഏതാണ്? തെന്മലയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ആരാണ്? പിംഗലി വെങ്കയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ് മിശ്ര. ഇപ്പോൾ ആരാണ്? അരുൺ കുമാർ മിശ്ര. ആദ്യം രംഗനാഥ് മിശ്ര, ഇപ്പോൾ അരുൺ കുമാർ മിശ്ര. അപ്പൊ മിശ്ര എന്ന് കണ്ടിയത് എപ്പത്തെയും കിട്ടും, ആദ്യത്തെയും കിട്ടും. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഏതാണ്? ഹൃദയത്തെയാണ്. ഹൃദയത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഏതാണ്? സംവഹനം. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ ഏതാന്ന് ചോദിച്ചാൽ സംവഹനം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകാരം ലഭിച്ച വർഷം എപ്പോഴാണ്? 2009. 2009. LPGയുടെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. LPGയുടെ മുഖ്യ ഘടകം ഏതാന്ന് ചോദിച്ചാൽ ബ്യൂട്ടൈൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഏതാണ്? ഓക്സിജൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ ആണ്. ഏതാണ്? ഭൂട്ടാൻ. വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഏതാണ്? ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം രചിച്ചത് ബംഗാളി ഭാഷയിലാണ്. ഏതാണ്? ബംഗാളി ഭാഷയിൽ. രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം നടപ്പിലാക്കിയത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ആരാണ് അതിർത്തി ഗാന്ധി? നമ്മൾ നേരത്തെ പറഞ്ഞു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വേറെ ആരൊക്കെ പറഞ്ഞു? കേരള ഗാന്ധി ആരാണ്? കേരള ഗാന്ധി.
കേരള ഗാന്ധി കെ കേളപ്പനാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ്. ആരാണ്? IK കുമാരൻ മാസ്റ്റർ. അപ്പൊ ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്തത് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണ്? ആമുഖത്തെയാണ്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ആമുഖം തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ധാന്യപുര ഏതാണ്? ഉത്തര മഹാസമതലം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ വരരുത്, രാജേന്ദ്ര പ്രസാദ് അല്ല. ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? ഊഹിക്കാനുള്ളതുള്ളൂ, നൈൽ നദിയാണ്. ഏതാണ്? നൈൽ നദി. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഏതാണ്? തെർമോമീറ്റർ. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏതാണ്? കണ്ണൂര്. കേരളത്തിൽ ഏറ്റവും കുറവ് എവിടെയാണ്? കൊല്ലം. കൊല്ലത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ കണ്ണൂര്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്